Praise the Lord, ദൈവമക്കളെ. ICG അപ്പോസ്തലിക് മിനിസ്ട്രി കുറുപ്പംപൊടി എറണാകുളം, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ആ സ്ഥലത്ത് നിന്ന്, എറണാകുളത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസിയാണ് നമ്മുടെ നടുവിൽ ദൈവം നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നാളുകളിലെല്ലാം നമുക്കറിയാം, വളരെ ശുശ്രൂഷ ശക്തമായി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന അഭിഷിക്തമാരെ നമ്മുടെ നടുവിൽ അയച്ചു. ഇന്ന് രാത്രി അപ്പോസ്തലിക് തലത്തിൽ നിന്നും, പ്രോഫറ്റിക് തലത്തിൽ നിന്നും ശക്തമായി നമ്മുടെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്ത ഞാൻ പരിചയപ്പെട്ട എനിക്ക് ഒത്തിരി സന്തോഷമായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസിയാണ്. അവർക്ക് 3ഓളം ചേർച്ചസ് എറണാകുളത്തുണ്ട്. ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ദേവദാസനും ദേവദാസിയാണ്. ആ ദേവദാസി നമ്മുടെ നടുവിൽ സജീഷ് കുമാർ എന്നാണ് ആ ദേവദാസിന്റെ പേര്. ദേവദാസിയുടെ പേര് രമ്യ സിസ്റ്റർ എന്നാണ്. സിസ്റ്റർ ഇപ്പോൾ നമുക്ക് വേണ്ടി ശുശ്രൂഷയും നമ്മളെല്ലാവരും പ്രാർത്ഥനയോട് കൂടി ആയിരിക്കുക. ദൈവം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കാൻ പോവുക. So I welcome Sister Ramya sister to this Rebo Supernatural Miracle Google Prayer meeting. ഞങ്ങളെ ശുശ്രൂഷിച്ചാലും. May God bless you. Praise the Lord. Praise the Lord. Amen. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കുന്നു. ഈ രാത്രിയിൽ ഒരു തവണയും കൂടെയും കർത്താവിന്റെ സ്ഥലത്ത് നമുക്ക് ഒരുമിച്ചായിരിക്കാൻ നമുക്ക് അവസരം ഒരുക്കിയ കർത്താവിന് നന്ദിയോട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ രഘുബോധ് മിനിസ്ട്രിയിലേക്ക് എന്നെ ക്ഷണിച്ച ഇന്ദുലേഖ സിസ്റ്റർ ദേവദാസിക്ക് ഞാൻ പ്രാരംഭത്തിൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ചില കറണ്ടിന്റെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓപ്പൺ ആക്കാത്തത്. എല്ലാരും ദൈവനാമത്തിൽ ക്ഷമിക്കണം എന്ന് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പം ഞാൻ മുഖവര പറയുന്നില്ല. ഇതിനകത്ത് ഡിവൈസിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവനാമത്തെ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനം 68 11-14 വരെയുള്ള വാക്യം വായിക്കാം. Sam 68 11 തൊട്ട് 14 വരെ. സിസ്റ്റർ സാം 60 ആണോ? 68. ഓക്കെ 68ന്റെ 11 തൊട്ട് 14 വരെ. ഓക്കെ. സങ്കീർത്തനം 68 11 മുതൽ വായിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആജ്ഞ കൊടുക്കുന്നു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു. സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു. വീട്ടിൽ പാർക്കുന്നവൾ കവർച്ച പങ്കിടുന്നു. നിങ്ങൾ തൊഴുത്തുകളുടെ ഇടയിൽ കിടക്കുമ്പോൾ പ്രാവിന്റെ ചിറക് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്തുകൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെ ആകുന്നു. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽക്കോനിൽ ഹിമം പെയ്യുകയായിരുന്നു. ബാഷാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതം ആകുന്നു. ബാഷാൻ പർവ്വതം കുടിമുടികളേറിയ പർവ്വതമാകുന്നു. സങ്കീർത്തനം 68 11 തൊട്ടാണ് നമ്മൾ വായിച്ചത്. അതിന് 14ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനി ഹിമം പെയ്യുകയായിരുന്നു. ആമേൻ. വിശുദ്ധ പുസ്തകത്തിനകത്ത് വചനത്തിൽ കാണുന്നു, ഒരു ദൂതായിട്ടാണ് ഇത് വ്യാപരിക്കുന്നത്. ഈ വചനം ദൈവശക്തിയായിട്ട് ഇന്ന് രാത്രിയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. വചനം ദൈവ പ്രവൃത്തിയായിട്ട് ഇന്ന് രാത്രിയിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. 68 14 നമ്മൾ കണ്ടു. ആമേൻ. രാജാക്കന്മാരെ ചിതറിപ്പിക്കുന്നു. സർവശക്തൻ അവിടെ രാജാക്കന്മാരെ ചിതറിച്ചപ്പോൾ സൽമോനും ഹിമം പെയ്യുകയായിരുന്നു എന്നാണ് വചനം നമ്മൾ വായിച്ചത്. അപ്പൊ രാജാക്കന്മാരെ ചിതറിപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ചത് വടിയും വാളുമല്ല, കുന്തവും കുതിരയുമല്ല, രഥങ്ങളുമല്ല, ആയുധങ്ങൾ കൊണ്ടോ സൈന്യബലം കൊണ്ടോ അല്ല. എന്നാൽ വചനം പറയുന്നു, സൽമോനിൻ ഹിമം പെയ്തുകൊണ്ടാണ് രാജാക്കന്മാരെ ചിതറിപ്പിച്ചത്. ഇന്ന് പരിശുദ്ധ
പറയാണ്, ഏറ്റെടുത്താട്ടെ. ആമേൻ. ഇതിനകത്ത് കയറിയിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് പറയാൻ ഇന്ന് ഹിമം കൊണ്ട് പെയ്യിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. സഭയ്ക്കകത്ത് പെയ്തിറങ്ങുകയാണ്. ആമേൻ. ഇന്നലെ വരെ അനുഭവിക്കാത്ത അനുഭവങ്ങള് ആമേൻ അഭിഷേകത്തിന്റെ അടുത്തൊരു ലെവലിലേക്ക് കയറുന്നത് പോലെ ഇന്ന് രാത്രി ചില വ്യക്തികളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് പരിശുദ്ധാത്മാവ് തട്ടി എഴുന്നേൽപ്പിക്കുന്ന ദിനങ്ങളാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ ദൈവത്തിന്റെ അല്ലെങ്കിൽ ശത്രുവിനെ ചിതറിപ്പിക്കുവാൻ അല്ലെങ്കിൽ തുരത്തുവാൻ ബോംബ് വേണ്ട, തോക്ക് വേണ്ട, വാളും വടിയും വേണ്ട, സൈന്യബലം വേണ്ട. എന്റെ ദൈവം ആകാശത്ത് നിന്ന് ഹിമം പെയ്യിപ്പിക്കുകയാണ്. ആമേൻ. ഞാൻ പറയുമ്പോൾ ഒരു സഭയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ പെയ്തിറങ്ങാത്ത വിധത്തിൽ ആത്മമണ്ഡലത്തിൽ ഹിമം പെയ്തിറങ്ങുകയാണ്. ഹിമം അത് നിനക്ക് വിടുതലായി മാറാൻ പോവുകയാണ്. നിന്റെ ഭവനത്തിനകത്ത് വിടുതലായി മാറാൻ പോവുകയാണ്. നിന്റെ തലമുറയ്ക്ക് വിടുതലായി മാറാൻ പോവുകയാണ്. അത് മാത്രമല്ല, നിന്റെ സ്വസ്ഥത കെടുത്തിയ, സമാധാനം കെടുത്തിയ, നിന്റെ സന്തോഷത്തെ കെടുത്തിയ ചിലതിനെ സർവശക്തൻ ചിതറിപ്പിക്കാൻ പോവുകയാണ്. രാത്രിയില് ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതങ്ങളെ, ഇന്ന് രാത്രിയിലെ കുടുംബങ്ങൾക്ക് വിരുദ്ധമായി, സഭകൾക്ക് വിരുദ്ധമായി, കൂട്ടായ്മകൾക്ക് വിരുദ്ധമായ പരിശുദ്ധാത്മാവ് ദൈവദാസിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. വലിയൊരു ഗണമാകാൻ വേണ്ടിയാണ് ദൈവം ആഗ്രഹിച്ചത്. വലിയൊരു കൂട്ടത്തെ ദൈവം തന്നതാണ്. എന്നാൽ ഇതിനൊക്കെ ചിതറിപ്പിച്ച് കളയാൻ നോക്കുന്ന ചിലതുണ്ട്. എന്നാൽ ആ ശത്രുവിനെ എന്റെ കർത്താവ് ഇന്ന് രാത്രിയില് മഞ്ഞ് പെയ്യിച്ച് ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ചിലത് ചിതറി ഓടാൻ പോവുകയാണ്. ചില സ്പിരിറ്റ് മാറാൻ പോവുകയാണ്. ചില രോഗശക്തികൾ അഴിഞ്ഞു പോകാൻ പോവുകയാണ്. ചില ബന്ധങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. ക്ഷേമം പെയ്തിറങ്ങും, അത് നിനക്ക് വിടുതലായി മാറും. ഭവനത്തിനകത്ത് വിടുതലായി മാറാൻ പോവുകയാണ്. തലമുറയിൽ അത് വിടുതലായി മാറാൻ പോവുകയാണ്. അത് മാത്രമല്ല, സ്വസ്ഥത കെടുത്തിയ, സമാധാനം കെടുത്തിയ, സന്തോഷത്തെ കെടുത്തിയ ചിലതിനെ സർവശക്തൻ അത് ചിതറിപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. രാത്രി നേരമെടുത്ത് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹിമം പെയ്തിറങ്ങും. ആമേൻ. ഭവനത്തിനകത്ത്, ജോലിക്കകത്ത്, ദേശത്ത്, സഭയുടെ മേൽ, അഭിഷിക്തന്മാരുടെ മേല് ഹിമം പെയ്തിറങ്ങാൻ പോവുകയാണ്. ഇതിനകത്ത് കയറിയിരിക്കുന്നവരുടെ മേല്, മാതാപിതാക്കന്മാരുടെ, സഹോദരന്മാരുടെ മേല്, സഹോദരിമാരുടെ മേല്, ദൈവദാസിമാരുടെ മേല് ഇന്ന് പരിശുദ്ധാത്മാവിന്റെ ഹിമം പെയ്തിറങ്ങാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ മാസത്തിൽ ഞാൻ എന്റെ ഹിമം പെയ്യിക്കുമെന്ന്. ഈ ദിവസത്തിനകത്ത് ദൈവത്തിന് ഹിമം പെയ്യിപ്പിക്കുമെന്ന്. ഹിമം പെയ്തു തിങ്ങിയാൽ ചിലത് ചിതറിയോടും, ചിലത് വളരാനിടയായി തീരും, ചിലത് ഇവിടെ കിളിർത്തു വരാനിടയായി തീരും. ഉദരാധിപാരകംഭവനം അതരാരകടകരകതനം. ദൈവത്തിന്റെ ആത്മാവങ്ങളുടെ ദാസിയോട് ഇടപെടുകയാണ്. ഇതൊരു വളർച്ചയുള്ളതായി മാറ്റാൻ പോവുകയാണ്. ഹിമം പെയ്തിറങ്ങുന്നത് പോലെ ഈ കൂട്ടായ്മയ്ക്കകത്ത് കയറിയുടെ മേലും കൂട്ടായ്മയ്ക്കകത്ത് ചില ജോയിൻ ആകുന്നത് പോലെ ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. ഈ കൂട്ടായ്മ ചെറിയതാണെങ്കിൽ ഇതിനെ വലുതിലേക്ക് എത്തിപ്പിക്കും. ഇതൊരു വളർച്ചയുള്ളതാക്കി ദൈവം മാറ്റും. ചെയ്തതിനെ കിളിർത്തു. ഒരു ചെടി നട്ടു കഴിഞ്ഞാൽ അത് കിളിർത്തു വരുന്നത് പോലെ, അതിന് ശാഖകൾ വരുന്നത് പോലെ പടർന്ന് പന്തലിച്ച് അതിനകത്ത് ചിലതൊക്കെ ചേക്കേറും, അഭയം പ്രാപിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കൂട്ടായ്മയ്ക്കകത്ത്, ഈ രഗബോത്ത് എന്ന മിനിസ്ട്രിക്കകത്ത് ചിലതോടെ ആടായി തീരാൻ പോവുകയാണ്. ജോയിൻ ആകാൻ പോവുകയാണ്. ഇതിനകത്ത് വിശ്വസ്തന്മാരെ ഏൽപ്പിച്ചു തരാൻ പോവുകയാണ്. ഇത് വളർച്ച പന്തലിക്കുന്ന രാത്രിയായി തീരും. ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ പട്ടണത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ചർച്ചാകില്ല. ദേശത്ത് ദേശത്ത്, പട്ടണത്തിൽ, സമൂഹത്തിന്റെ നടുവില്, രാജ്യങ്ങളുടെ നടുവില് ഈ മിനിസ്ട്രി തലത്തിലേക്ക് ദൈവം എത്തിക്കാൻ പോവുകയാണ്. വളർച്ച തരാൻ പോവുകയാണ്.
ഇന്ന് രാത്രിയില് വളരാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ്, കിളിർക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നെ ഉണക്കിക്കളയുന്ന ചിലതിനെ ഞാൻ ചിതറിപ്പിക്കും. ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു പരിധി വിട്ട് കയറി വരാൻ പറ്റാത്ത ചില ദൈവമക്കളോട് പറയുന്നു, നിന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോവുകയാണ്. ശരീരം കൊണ്ട് മനസ്സുകൊണ്ടും തളർന്നും ക്ഷീണിച്ച് വിരുത്തുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ശാരീരികമായ രോഗങ്ങളും ക്ഷീണങ്ങളും ഭാരങ്ങളും കടന്നു വരുന്ന അനുഭവങ്ങളുണ്ടല്ലോ, ഇന്ന് അതിനെ ആ സ്പിരിറ്റിനെ എന്റെ കർത്താവ് അഴിച്ചു മാറ്റും. ആ സ്പിരിറ്റിനെ കർത്താവ് ചിതറിപ്പിച്ചു കളയാൻ പോവുകയാണ്. വേണ്ടി ഒരങ്ങ പുറപ്പെടുവിക്കും. ഈ രാത്രിയില് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറത്ത് കടൽക്ക് അപ്പുറത്ത് പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് മറുപടികൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ മേൽ ഹിമം പെയ്യുകയാണ്. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഇന്ന് രാത്രിയില് വിശ്വസിച്ചേറ്റെടുത്താട്ടെ, ഹിമം പെയ്തിറങ്ങുന്നത് പോലെ ചില പ്രാർത്ഥനയ്ക്കകത്ത് ചില മറുപടികൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഇന്ന് ശക്തമായിട്ട് പെയ്തിറങ്ങും. അഭിഷേകത്തിന്റെ ശക്തിയാൽ പെയ്തിറങ്ങും. ഹിമം പെയ്തിറങ്ങും. ദൈവ സാന്നിധ്യത്താൽ പെയ്തിറങ്ങാൻ പോവുകയാണ്. ഹിമത്തെ കൊണ്ട് ജയം തരുന്ന ദൈവമാണ്. ഹിമം പെയ്യിപ്പിച്ച് ശത്രുവിനെ ചിതറിപ്പിക്കുന്ന ദൈവമാണ്. ഹിമം പെയ്യിപ്പിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഈ രാത്രി കർത്താവ് ആജ്ഞ കൊടുക്കുന്നു. വിശ്വാസമുള്ളവർ പറയട്ടെ, എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി ആജ്ഞ പുറപ്പെടുവിക്കും. ഹല്ലേലൂയ, ആമേൻ. കർത്താവിന്റെ ഭവനത്തിന് വേണ്ടി ഒരു ആജ്ഞ കൊടുക്കാൻ പോവുകയാണ്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. കർത്താവ് നിനക്ക് വേണ്ടി ചില ഓർഡറുകൾ കൈമാറും. കർത്താവ് നിനക്ക് വേണ്ടി ഒരു രേഖ കൈമാറും. എവിടെ വിടുതലില്ല എന്ന് പറയുന്നുവോ അവിടെ ഒരു ആജ്ഞ പുറപ്പെട്ട് വിടുതൽ നൽകാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവ് പറഞ്ഞു, ഞാൻ ആജ്ഞ കൊടുക്കാൻ പോവുകയാണ് എന്ന്. ഞാൻ നിനക്ക് വേണ്ടി ആജ്ഞ കൊടുക്കും. ആമേൻ, ഹല്ലേലൂയ. എല്ലാം നിന്റെ വാഗ്ദത്തം തടഞ്ഞു വെച്ചത്, വിടുതലിനെ തടഞ്ഞു വെച്ചത്, ഭാവിയെ തടഞ്ഞു വെച്ചത്, കുടുംബത്തെ തടഞ്ഞു വെച്ചത്, ജീവിതങ്ങളെ തടഞ്ഞു വെച്ചത്, ശത്രു ശുശ്രൂഷയെ പോലും തടഞ്ഞു വെച്ചത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വളർച്ചകളെ, ഭാവി, അന്യജനങ്ങളെ, നന്മകളെ തടഞ്ഞു വെച്ചതിനെ ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്താൽ ആജ്ഞ കൊടുക്കാൻ പോവുകയാണ്. ആജ്ഞ കൊടുക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, എലിസബത്ത് എന്ന് പറഞ്ഞ ആ ഡിവൈസിലിരിക്കുന്ന ആ മാതാവിനോട് ദൈവം ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ആജ്ഞ കൊടുക്കാൻ പോവുകയാണ്. ചില വാക്തത്വങ്ങൾ തന്നിട്ടുണ്ട്. ചില ആത്മ കണ്ണുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ വീണ്ടും വേണം പലപ്പോഴും ശരീരം കൊണ്ട് ക്ഷീണിപ്പിക്കും, മനസ്സിനെ തളർത്തുന്ന അനുഭവങ്ങൾ മറുഭാഗത്തുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളില് പരിശുദ്ധാത്മാവ് തന്ന ദൈവത്തുള്ള അധികാരം ഉപയോഗിച്ച് ചിലതിനെ നോക്കി കൽപ്പിക്കുക, ചില ബന്ധനങ്ങളെ നോക്കി കൽപ്പിക്കുക. ചില രോഗശക്തികൾ വിട്ടുമാറുകയാണ്. ശരീരത്തെ വലിഞ്ഞു മുറുക്കുന്ന, ക്ഷീണിപ്പിക്കുന്ന, വളർച്ചയിട്ടുകൊണ്ട് ഒരു പരിധി കയറി വരാൻ പറ്റാതെ ഇരുത്തിക്കളയാൻ നോക്കുന്ന ആ മേഖലകളുണ്ടല്ലോ, ഇന്ന് പകലിൽ അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് ദിവസങ്ങളിൽ ചില വിഷയത്തെ കർത്താവ് തൊടുകയാണ്. യേശുവിന്റെ നാമത്തില് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ചില കർത്താവ് ചില ആജ്ഞകൾ പുറപ്പെടുവിക്കുക. ഇന്ന് ചില പ്രാർത്ഥന മറുപടികൾ വെളിപ്പെടുത്താൻ പോവുകയാണ്. തലമുറയുടെ മേല് ചില മറുപടികൾ അയക്കാൻ പോവുകയെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഇതുവരെ കരങ്ങൾ അടിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ചില കാഴ്ചപ്പാടുകളെ പരിശുദ്ധാത്മാവ് തിരിക്കാൻ പോവുകയാണ്. ചില ദർശനത്താ ദൈവത്തിനെ തട്ടി എഴുന്നേൽപ്പിക്കുക. ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ഉള്ളത്തെ തൃപ്തി വരുത്തുന്ന ഒരു കർത്താവുണ്ട്. അങ്ങനെങ്കിൽ പ്രാർത്ഥിച്ചാട്ടെ. ശരീരത്തെ ഭാരം കയറ്റിവിട്ടുകൊണ്ട്, തളർച്ചയിട്ടുകൊണ്ട്, രോഗമിട്ട് ക്ഷീണം പിടിപ്പിക്കുന്ന എല്ലാ രോഗശയത്തിലും വിട്ടുമാറാൻ കൽപ്പിക്കുന്ന പിതാവേ, അത്ഭുത ഡെലിവറൻസ് വെളിപ്പെടണം, അത്ഭുതം പ്രവർത്തിക്കണം. രക്തം ചെയ്യപ്പെടുന്നു.
അഭിഷേക മക്കൾ മൗനമായിരിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു പുറപ്പെടുവിക്കാൻ ആമേൻ. കർത്താവ് ആജ്ഞ കൊടുത്താൽ അതിന്റെ പിന്നിൽ ചിലത് നടക്കും, ചിലത് അനുഭവിക്കും. ആജ്ഞ വെറുതെ മടങ്ങി വരത്തില്ല. ആജ്ഞ പോയി ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് ആജ്ഞ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സർവശക്തൻ ആജ്ഞ കൊടുക്കുമ്പോൾ, കർത്താവ് ആജ്ഞ കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം ആജ്ഞ കൊടുക്കുമ്പോൾ ദൈവപ്രവൃത്തി അത് വെളിപ്പെടാൻ പോവുകയാണ്. ആമേൻ. സങ്കീർത്തനത്തിൽ പറയുന്നു, ദൈവത്തിന്റെ വചനം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരുടെ പേര് വീരന്മാരുടെ പട്ടികയിലുണ്ട്. ആമേൻ. വീരന്റെ അവന്റെ കയ്യില് അസ്ത്രം മൂർച്ചയുള്ളതാണ്. ആമേൻ. എന്തിനാണ് ശത്രുവിന്റെ നെഞ്ചത്ത് അത് തുളച്ചു കയറുവാൻ? ഈ രാത്രിയില് ഇത്രയും വീരന്മാർ ഇതിനകത്തിരിക്കുന്നത് കൊണ്ട്, ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുകയാണ്. നിന്റെ ആദരത്തിലൂടെ പുറപ്പെടുവിക്കുന്ന വാക്കുകൾ മൂർച്ചയുള്ള അസ്ത്രമായി ചില മേഖലകളിലേക്ക് പുറപ്പെടുവിക്കുക. ദൈവത്തിന്റെ ദാസിയോട് ദൈവാത്മാ പറയുന്നു, ഈ കാലഘട്ടത്തിന്റെ അഭിഷിക്തയാക്കി ദൈവം മാറ്റുമെന്നും അധികാരത്തിന്റെ കൈമാറ്റങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടുത്തുമെന്നും ഇന്ദുലേഖ സിസ്റ്ററോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉന്നതന്മാർ നടുവിൽ നിന്ന് അധികാരത്തിന് ശുശ്രൂഷ കൈമാറുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഒരു ഭവനത്തിന് തുടങ്ങിക്കൂടുകയില്ല, ഈ മിനിസ്ട്രി അറിയപ്പെടുത്തും. അറിയപ്പെടുത്തുന്ന തലത്തിലേക്ക് ദൈവം എത്തിക്കാം. ചില വേദികളിൽ നിന്ന് ശുശ്രൂഷിക്കാം. അധികാരത്തിന് താക്കോൽ കൈമാറുന്നത് ദൈവാത്മാവ് കാണിക്കുന്നു. ചില അടയ്ക്കുവാനും തുറക്കുവാനും അധികാരം നിന്റെ മാടെ കരങ്ങളിൽ തന്നിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ശക്തമായി ഏറ്റെടുത്തോ. ഉടമന അധിപരമന ഘടക ശാന്തനവ അതന അരഘടകരകതനവ. ഒരു ആയുധത്തിന് മുഹൂർത്തം കൂട്ടുന്നത് പോലെ ദൈവാത്മാവ് പറയുന്നു, അധികാരത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ചിലത് വഴിമാറാൻ പോവുകയാണ്, ചില തടസ്സങ്ങൾ വഴിമാറാൻ പോവുകയാണ്. അധരഘടകമന ലഭിക്കാത്ത ചിലതിനെ ദൈവം ലഭിക്കും. ചില നന്മകളുടെ അടഞ്ഞു കിടക്കുന്ന വാതിലുള്ള ദൈവം തുറക്കും. ജ്ഞാനരേഖ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, മുൻപോട്ടുള്ള ഗമനത്തിന് വേണ്ടി ചില ഡോറുകൾ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ശക്തമായി പ്രവർത്തിക്കുന്ന വിഷയത്തിൽ മറുപടികൾ, റിസർച്ചുകൾ അത് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. അതരഘടകമന അന്തജാൻ വചനത്തിന്റെ ആഴങ്ങൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ചില കാഴ്ചപ്പാടുകളെ ദൈവത്തിന്റെ ആത്മാവ് തന്നുകൊണ്ട്, ചില പ്രവചന ശബ്ദങ്ങൾ തന്നുകൊണ്ട് ചിലതിനൊക്കെ ഉറപ്പിക്കാൻ പോവുകയാണ്. ചിലതിനൊക്കെ പണികൊടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആയുധത്തിന് മൂർച്ചയില്ലാത്ത പല ഞാൻ കാണുന്നുണ്ട്. എന്നാൽ അതിനെ മൂർച്ച കൂട്ടുന്നത് പോലെ, ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നത് പോലെ പരിശുദ്ധാത്മാവ് പറയുന്ന വചനം എന്ന വാളെടുത്ത് ഉപയോഗിക്കുമ്പോൾ ചില വ്യക്തി ജീവിതങ്ങളെ മൂർച്ച കൂട്ടും. തകർന്നു കിടക്കുന്ന ചില കുടുംബങ്ങളെ പണിതെടുക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പിന്നെ മകളുടെ ജീവിതത്തിൽ മേൽ വലിയൊരു വിടുതലെത്തുന്ന ദൈവത്തിന്റെ വലിയ മഹത്വത്തിനാക്കി ദൈവം തീർക്കുന്ന പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്ന യേശുവിനെ രക്തം ചെയ്യപ്പെടുത്തുന്ന വചനത്തിന്റെ പ്രത്യേകത, അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ എപ്പോഴും ശത്രുവിന്റെ പടവെട്ടും. അവൻ ഇടയ്ക്കിടയ്ക്ക് വലത്തേക്ക് പോയാലും ഇടത്തേക്ക് പോയാലും മുൻപോട്ടും പുറകോട്ടും നോക്കിയാൽ അവൻ വെട്ടും. അവൻ ഇടത്തോട്ടും വെട്ടും വലത്തോട്ടും വെട്ടും. ഒരു വീരൻ മുന്നിൽ ആക്രമിക്കുമ്പോൾ പറ്റത്തില്ല എന്ന് പിന്മാറിപ്പോകില്ല, അവൻ ആക്രമിക്കും. പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകില്ല. അവൻ ശത്രുവിനെ വെട്ടാനിടയായി തീരും. അഭിഷേകമുള്ളവർ കുടുംബത്തിന് നേരെ കയറി വരുന്നതിനെ, കുടുംബ ജീവിതത്തിനെതിരെ കയറി വരുന്നതിനെ, തലമുറയ്ക്കെതിരെ കയറി വരുന്നതിനെ, ഭാവിക്കെതിരെ കയറി വരുന്നതിനെ, ജോലിക്കെതിരെ കയറി വരുന്നതിനെ, ആത്മക്കണ്ണുള്ളവൻ അധികാരത്തോടെ അഭിഷേകത്തോടെ ശത്രുവിനെ വചനത്താൽ വെട്ടിക്കളയണം. നീയാണ് വീരനായി മാറുന്നത് വചനത്തിന്റെ ശബ്ദം കൊണ്ട്. അവന്റെ ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് അനുസരിക്കേണ്ടത്? അവന്റെ ആജ്ഞ അനുസരിക്കണം. ഇന്ന് രാത്രികാലം സർവശക്തന്റെ ആജ്ഞ അത് ആജ്ഞ പുറപ്പെടുവിക്കുമ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ അത് നമ്മള് ഭവനത്തിന്റെ അകത്ത് ശത്രു കൊണ്ടുവരുന്ന സകല കെട്ടുകളും അഴിയാനിടയായി തീരും. ഇന്ന്
ആജ്ഞ കൊടുക്കും. എവിടേക്കാണ് നിനക്ക് വേണ്ടി ആജ്ഞ കൊടുക്കുന്നത് അവിടെയെല്ലാം കർത്താവ് ആജ്ഞ കൊടുക്കും. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുത്തോട്ടെ. ഇന്റർവ്യൂമായിട്ടുള്ള ബന്ധത്തില് നിൽക്കുന്ന ചില കുടുംബങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ചില ആജ്ഞ കൊടുക്കാൻ പോവുകയാണ്. ചില റിസൾട്ടുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ചില എക്സാമുമായുള്ള വിഷയങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവത്താൽ ആജ്ഞ കൊടുക്കും. ചില അധികാരികളോട് ദൈവം സംസാരിക്കും. ഇല്ല എന്ന് പറയുന്ന സ്ഥാനത്ത്, നോ എന്ന് പറയുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ അത്ഭുതകരം നീട്ടാൻ പോകുവാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വെറുതെ ഇരുന്നാൽ പോരാ. ഇന്ന് ആജ്ഞ പുറപ്പെടുവിക്കും. ചില വിടുതലുകള് ഒരു സ്റ്റെപ്പ് നീ ഇറങ്ങുമ്പോൾ നിനക്ക് മുമ്പേ ഒരു ആജ്ഞ പുറപ്പെടും. നീ യാത്ര ചെയ്യുന്ന മുമ്പിൽ ആജ്ഞ പുറപ്പെടുവിക്കും. ദൈവത്തെ നിനക്ക് മുമ്പേ പോയാൽ നിന്റെ മുൻപിൽ ചെന്ന ദുർഘടങ്ങളെ നിരപ്പാക്കും. താമര വാതിലുകളെ കണ്ടിക്കും. ഇരുമ്പോടാമ്പലുകളെ ചിതറിപ്പിക്കും. കോട്ടകളെ തകർക്കും. ചെങ്കടലുകളെ മുറിച്ചുകളെയും യോർദാനെ വിഭജിക്കും. മരുഭൂമിയിൽ കൂടി ഓരോ ആജ്ഞ പുറപ്പെടുവിക്കുകയാണ്. ആദ്യത്തെ ഈ ദിവസത്തിനകത്ത് സർവശക്തനായ ദൈവം ഈ കൂട്ടായ്മയിലായിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി ആജ്ഞ കൊടുക്കാൻ പോവുകയാണ്. ചില പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ആരോടാണ് അവർ ആജ്ഞാപിക്കുന്നത്? എന്താ ആജ്ഞാപിക്കേണ്ടത്? 68:11 കൊണ്ട് കർത്താവ് ആജ്ഞ കൊടുക്കുന്ന എന്താണ് ആജ്ഞ കൊടുത്തത്? ഹല്ലേലൂയ. കർത്താവ് ആജ്ഞ കൊടുത്തു, സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമാകുന്നു എന്ന്. ആർക്കാണ് കൊടുത്തത്? സുവാർത്ത ദൂതികൾക്ക്. ഇതിനകത്ത് സുവാർത്ത ദൂതന്മാരല്ല, സുവാർത്ത ദൂതികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സുവാർത്തമാരുണ്ട്, സുവാർത്ത ദൂതികളുണ്ട്. ാണ് ഇവിടെ ഇരിക്കുന്നവർ ദൂതികളോ? ദൂതികൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഈ രാത്രിയിൽ ദൂതന്മാരോട് ദൈവം ഇടപെടുന്നുവെങ്കിൽ ദൂതന്മാരും ഏറ്റെടുത്തോണം. ആർക്കാ ആജ്ഞ കൊടുക്കുന്നത്? സുവാർത്ത ദൂതികൾക്ക്. സുവാർത്ത ദൂതികൾ ആരാകണം? വലിയൊരു ഗണമായി മാറണം. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കൂട്ടായ്മയ്ക്കകത്ത് കേറിയിരിക്കുന്ന ഓരോരുത്തരും മേലും വലിയൊരു ഗണമാക്കാൻ പോവുകയാണ്. ഒരു പരിധിക്കകത്ത് ഒതുങ്ങി പോവുകയല്ല. ഈ മിനിസ്ട്രി ഒരു ഗണമായി മാറാൻ പോവുകയാണ്. ഒരു കൂട്ടമായി മാറാൻ പോവുകയാണ്. ഒരു വലിയൊരു ഗണമാക്കി ദൈവം മാറ്റും. ഒരു സൈന്യമാക്കി മാറ്റും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആജ്ഞ സുവാർത്ത ദൂതികൾക്ക് കൊടുത്തു, നിങ്ങളൊരു വലിയ ഗണമാകണമെന്ന്. ഇന്ന് രാത്രിയിൽ നിങ്ങളായിരിക്കുന്ന കൂട്ടായ്മയ്ക്കകത്ത് ഗണമായി പട്ടണത്തിന്റെ മേൽ, രാജ്യങ്ങളുടെ മേൽ, കേരളത്തിൽ മാത്രമല്ല ഞാനൊരു സഭയാക്കി ദൈവം മാറ്റും. ഒരു വലിയ ഗണമാക്കാൻ പോവുകയാണ്. ഒരു കൂട്ടായ്മ അറിയപ്പെടുന്ന ലെവലിലേക്ക് ദൈവം കൊണ്ടെത്തിക്കും. വലിയൊരു കൂട്ടം, ഒരു വലിയൊരു കൂട്ടത്തെ ദൈവാത്മാവ് കാണിക്കുന്നു. അഭിഷിക്തന്മാരുടെ ഒരു ഗണം, വലിയ കൂട്ടം. സ്വാർത്ഥ ദൂതികളുടെ ഒരു വലിയൊരു കൂട്ടം. ഇതിനകത്ത് ഇനിയും ജോയിൻ ആകേണ്ടവരുണ്ട്. ചില അഭിഷിക്തന്മാര് കയറും. ചില അഭിഷിക്തന്മാര് കയറും. സഹോദരന്മാർ അങ്ങനെ ഒരു വലിയൊരു കൂട്ടത്തെ ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവത്താൽ കൊണ്ടെത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വലിയൊരു കൂട്ടം യൗവനക്കാരുടെ ഒരു ഗണത്തെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. വിശ്വസിച്ച് ഏറ്റെടുത്താട്ടെ. ആരാധിക്കുന്നവരുടെ ഒരു ഗണം, പ്രാർത്ഥിക്കുന്നവരുടെ ഒരു ഗണം, ഉപവസിക്കുന്നവരുടെ ഒരു ഗണം. അങ്ങനെ ഒരു കൂട്ടത്തെ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു വലിയ ഗണമാകണം. ഈ ഒരു കൂട്ടായ്മ വലിയൊരു ഗണമായി മാറും. നീ ഒരു വലിയ ഗണമാകും എന്ന് ശത്രുവിന് മനസ്സിലായി. ദൈവം ഒരു വലിയ ഗണമാക്കി മാറ്റും. ശൗവേലിന് മനസ്സിലായി.
അന്ന് തുടങ്ങിയൊരു പോരായ്മ. എന്നാൽ ആ ശത്രു രാജാക്കന്മാരെ ചിതറിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയില് ആമേൻ ഒരു ഗണമായ രാജാക്കന്മാർക്ക് ആമേൻ ഹല്ലേലൂയ നിലനിൽപ്പാൻ കഴിയത്തില്ല. ആമേ രാജാക്കന്മാർ ആമേൻ വീഴും, ദേശാധിപതി ശക്തികൾ വീഴും, ഇരുട്ടിന്റെ ശക്തികൾ പരാജയപ്പെടും, അന്ധകാര ശക്തികൾ തകരും. ഇന്ന് ശത്രു മനസ്സിലാക്കിയിട്ട് നിനക്കെതിരെ രഥം കെട്ടി പുറപ്പെട്ടിട്ട് ചില രാജാക്കന്മാരെ നിന്റെ മുമ്പിലേക്ക് വന്നിട്ട് ചിതറിപ്പിച്ച് കളയുന്നു. ചില അഭിഷിക്ത ആമാരുടെ ആമേൻ സുവാർത്ത ദൂതികൾ ആകുന്ന ചിലതിനെ ആമേൻ ഗണമാകേണ്ടതിനെ ആമേൻ ചിതറിപ്പിച്ച് കളയാൻ നോക്കുന്ന ശത്രുവിന്റെ സകല പദ്ധതികളും ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറട്ടെ. ആമേ കൂട്ടായ്മയ്ക്കകത്ത് വളർച്ചയുണ്ടെന്ന് കണ്ടിട്ട്, ഉയർച്ചയുണ്ടെന്ന് കണ്ടിട്ട്, ആമേ ആത്മഭാരം ആത്മീയമായി വളർച്ചയുണ്ടെന്ന് കണ്ടിട്ട് അതറിഞ്ഞിട്ട് ശത്രു പലതിനെ ആമേൻ ചിലതിനൊക്കെ ചിതറിപ്പിച്ച് കളഞ്ഞ അനുഭവങ്ങൾ. എന്നാൽ കർത്താവ് പറയുന്നു ഇനി ചിതറിപ്പിക്കുകയല്ല, ഇതിനകത്ത് ആമേൻ സ്ട്രേഡായിട്ട് ഉറപ്പിച്ച് നിർത്തത്തക്ക വിധത്തില് ചിലതിനൊക്കെ സ്ട്രോങ് ആക്കി ദൈവം നിർത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് മാത്യു എന്ന് പറഞ്ഞ പിതാവിനെ ആമേൻ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവ ശബ്ദം ഇങ്ങനെ അറിയിക്കുന്നു. ആത്മീയത്തിനകത്ത് ദൈവം പിന്നെയും വളർച്ച ദൈവം കാണിക്കുന്നു. അവൻ പ്രായ വ്യത്യാസം എന്നെ ആമേൻ ചില അധികാരങ്ങൾ ദൈവം കൈമാറും. അതരഘടകമനാന്തജാനവ ആമേൻ ദൈവാത്മാവ് പറഞ്ഞ ചിരിതനേക്കെയും പണിതെടുക്കുന്ന ഒരു അനുഭവങ്ങൾ, ആമേ പ്രാർത്ഥനയ്ക്കകത്ത് ചില മറുപടികൾ ദൈവം തരുന്ന അനുഭവങ്ങൾ ആമേ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആത്മഭാരത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവത്താൽ ചില മറുപടികൾ കാണിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ചില ദർശനത്താൽ യോസഫ് കണ്ടതുപോലെ ചില ദർശനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. ചില ദേശത്തിന്റെ വിടുതല, ചില കുടുംബത്തിന്റെ വിടുതല, ചില തലമുറയുടെ വിടുതല ഇന്ന് രാത്രിയിൽ ആമേൻ വാത്സല്യ പിതാവെ പ്രാർത്ഥിക്കുന്ന ചില മറുപടികളുടെ ദിവസമാക്കി ദൈവം മാറ്റുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. എന്നാൽ പലപ്പോഴും ശരീരത്തിൽ ക്ഷീണമിടുന്ന ആമേ ശരീരത്തിൽ ചില പെയിൻ കടന്നു വരുന്ന അനുഭവങ്ങൾക്ക്, കാലുകൾക്ക് ബലക്കുറവിടുന്ന അനുഭവങ്ങൾ, ആമേ കാല് കുത്തി നിൽക്കുമ്പോൾ മസിലുകൾക്ക് വേദന കടത്തി വിടുന്ന അനുഭവങ്ങൾ ഇന്ന് രാത്രിയിൽ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർച്ചകൾക്ക് വിരുദ്ധമായി, നന്മകൾക്ക് വിരുദ്ധമായി ചില തടസ്സങ്ങൾ വരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ സ്റ്റക്കായി കിടക്കുന്ന ചില മേഖലകളെ പരിശുദ്ധാത്മാവ് സ്റ്റക്ക് പൊട്ടിച്ചിട്ട് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ചില വഴികൾ ഓപ്പൺ ആക്കുമെന്ന്, ആമേ മറഞ്ഞു കിടക്കുന്നതിനെ ആമേൻ പുറത്തു കൊണ്ടുവരുന്നത് പോലെ തന്നെ ചിലത് പുറത്തു വരും. അധികം വൈകാതെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവർ പുറത്തു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം പുറത്തു കൊണ്ടുവരും. ഏറ്റെടുത്താട്ടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അടഞ്ഞതിനെ ദൈവം തുറക്കും. ചില വാതിലുകള്, ചില ജോലി മേഖലയായിട്ട് ബന്ധപ്പെട്ട്, ചില സാമ്പത്തിക ഏരിയയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചില അടഞ്ഞതിനെ ദൈവം തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ രക്തം ചെയ്യാൻ നാമേ. സുവാർത്ത ദൂതിയാക്കി മാറ്റും. ആമേൻ. സുവാർത്ത ദൂതിയാക്കി. സുവാർത്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല വാർത്ത. ഞാൻ നിന്നെ ഒരു നല്ല വാർത്തയാക്കാൻ പോവുകയാണ്. ആമേൻ. ആമേൻ. ദുർവാർത്ത മാറും. ആമേൻ. നല്ല വാർത്തയുണ്ട്, ചീത്ത വാർത്തയുണ്ട്. എന്നാൽ ദുർവാർത്ത മാറിയിട്ട് നിന്നെ നല്ല വാർത്ത വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഈ കൂട്ടായ്മയ്ക്കകത്ത് ആമേൻ ദേശത്ത് അറിയപ്പെടുന്ന സുവാർത്ത ഗണങ്ങൾ, സുവാർത്ത ദൂതികൾ എന്നറിയപ്പെടുന്ന ആലോചനക്കാരാക്കി ദൈവം മാറ്റാൻ പോവുകയാണ്. എന്താ? സുവാർത്ത ഉള്ളവർക്കാണ് ആജ്ഞ കൊടുക്കുന്നത്. സുവാർത്ത
പറയുന്നവർക്കല്ല, നമ്മൾ ദുർവർത്തമാനം പരത്തുന്നവരാണോ? അല്ല, നമ്മൾ നല്ല വാർത്ത പറയുന്നവർ. പരിശുദ്ധാത്മാവ് പറയുന്നു, എന്റെ സഭയെ പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ ഒരു നല്ല വാർത്തയാക്കി മാറ്റും. ഈ കൂട്ടായ്മയെ ഇതിനകത്ത് കയറിയിരിക്കുന്നവരുടെ മേല് നല്ല വാർത്തയാക്കി ദൈവം ദേശത്ത്, പട്ടണത്തിൽ അറിയപ്പെടുത്തും. ഒരു വാർത്ത ആകും എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ശത്രു കണക്ക് കൂട്ടി നിന്നെ നോക്കി, നിന്റെ ഭവനത്തെ നോക്കി, ശുശ്രൂഷയെ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി നിനക്കെതിരെ ചില ദുർവർത്തമാനങ്ങൾ കേൾപ്പിക്കാൻ നോക്കും. ചില ഇരുട്ടിന്റെ ശക്തികൾ കയറി വരും. ഇന്ന് രാത്രിയില് പരിശുദ്ധാത്മാവ് പറയുന്ന ചിലതിനെ ചിതറിപ്പിക്കും. ചില ശത്രുവിനെ ചിതറിപ്പിക്കുക, ചില ശക്തികളെ ചിതറിപ്പിക്കും, ചില ആഭിചാരങ്ങളെ ചിതറിപ്പിക്കും, ചില നേർച്ച കാഴ്ചകളെ ചിതറിപ്പിച്ചു കളയും, ചില രോഗബന്ധനങ്ങളെ, മരണഭാസങ്ങളെ ചിതറിപ്പിച്ചു കളയാൻ പോവുകയാണ്. ദൈവമക്കൾ ദുർവർത്തമാനം പറയരുത്, സാക്ഷികളായി തീരാൻ പോവുകയാണ്. സുവാർത്ത ദൂതികൾ സാക്ഷികളായി മാറാൻ പോവുകയാണ്. ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ ദേശത്തും പട്ടണങ്ങളുടെ നടുവിൽ സാക്ഷികളായി മാറും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് സാക്ഷികളായി മാറും. ആമേൻ, ഹല്ലേലൂയ. പിശാച് പറയുന്ന വർത്തമാനം പിശാച് കൊണ്ടുവരും, എന്നാൽ ദുഷ്ടൻ കൊണ്ടുവരുന്നത് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിൽ വെട്ടിക്കളയണം, ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേൽക്കണം, പ്രാർത്ഥനയിൽ സടകുടഞ്ഞെഴുന്നേൽക്കണം. വേദപുസ്തകം എടുത്ത് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയ പുറപ്പെടുന്നത് മുതൽ നിനക്കെതിരെ ചില ദുർവർത്തമാനങ്ങൾ കടന്നു വരുമ്പോൾ ആ മണ്ഡലങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ദേശത്ത് എഴുന്നേറ്റോണം, പ്രാർത്ഥന റൂമിൽ എഴുന്നേറ്റോണം. ആ ദേശത്ത് നീ ഒരു വാർത്ത ദൂതിയായി മാറും. ശത്രു കൊണ്ട് ചിതറിപ്പിക്കുക, ശത്രു കൊണ്ട് വാക്കുകളെ പരാജയപ്പെടുത്തും. ഇന്ന് രാത്രിയില് ദൈവമക്കൾ സുവാർത്ത സാക്ഷികളാകും. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം അങ്ങനെ നിയോഗിക്കപ്പെട്ടതിനെ ചിലത് ദൈവത്താൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സാക്ഷികളാക്കി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് വേണ്ടത് അവരെയാണ്, സുവാർത്ത ഉള്ളവരെ. ദുർവർത്തമാനം കേൾക്കുന്നവരെ അല്ല. നിനക്കെതിരെ എവിടെ ദുർവർത്തമാനം പൊങ്ങിയോ, പ്രാർത്ഥിച്ചിട്ട് മേൽ കയറിയോ, അത് മാറാൻ പോവുകയാണ്. അവിടെ ദൈവാത്മാവ് പറയുന്നു, സുവാർത്ത ഗണങ്ങളാക്കി ദൈവം മാറ്റും. ശത്രു കേട്ട് ലജ്ജിപ്പാൻ, തലകുനിപ്പാൻ നിന്റെ ദേശത്തൊരു സുവാർത്തിയാക്കി ദൈവം മാറ്റുമ്പോൾ ശത്രു അവിടെ നാണം കെട്ടുപോകും, ശത്രു അവിടെ പരാജയപ്പെട്ടു പോകും, ശത്രു അവിടെ തോൽവിയാക്കി മാറ്റും. നിനക്കെതിരെ ദുർവാക്ക് പറഞ്ഞ ദുഷ്ടൻ നീ ഒരു സുവാർത്തയായെന്ന് കേൾക്കാൻ പോവുകയാണ്. പല്ല് പിടിച്ച് ശത്രു ഒഴുകാൻ പോവുകയാണ്. കൊടുക്കുന്നത് ആർക്കാണ്? വചനം പറയുന്നു, ആജ്ഞ കൊടുക്കുന്നത് ആർക്കാണ്? സുവാർത്ത ദൂതികൾക്ക്. സുവാർത്ത ആരുടെ കയ്യിലുണ്ടോ അവർക്ക് വേണ്ടി ആജ്ഞ കൊടുക്കും. ആരാണ് സുവാർത്ത? കർത്താവായ യേശു ക്രിസ്തുവാണ്. നമ്മുടെ ഗുഡ് ന്യൂസ്. സുവാർത്ത, നല്ല വാർത്ത. നല്ല വാർത്ത ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ വാർത്ത എന്ന് പറയുന്ന നസ്രാന യേശു ക്രിസ്തുവാണ്. പൗലോസ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് യേശുവിന്റെ ഓർത്ത് കൊള്ളുക. നമ്മുടെ സുവാർത്ത എന്ന് പറഞ്ഞ സുവിശേഷം, നല്ല സുവിശേഷം. ഈ സുവിശേഷം സുവാർത്ത ഉള്ളവർക്കായി, ആ സുവാർത്ത ദൂതികൾ ആ നല്ല സുവിശേഷത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. നീ ലജ്ജിച്ചു പോകത്തില്ല, നിന്നെ കൊണ്ട് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് കർത്താവ്. നിനക്ക് ആജ്ഞ കൊടുക്കും. നീ സുവാർത്ത ദൂതി നല്ല സാക്ഷിയായി തീരും. സർവശക്തൻ ആജ്ഞകൾ പുറപ്പെടുവിക്കും. എന്തിനാണ് വലിയ ഗണമാകാൻ പറഞ്ഞത്? പല ഗണമല്ല, വലിയൊരു ഒറ്റ ഗണം. ഒരു ആത്മീയ ഗണമാക്കി ദൈവം മാറ്റും. ആരാധിക്കുന്ന ഒരു ഗണമാക്കി മാറ്റും. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന സകല മക്കളോടും പരിശുദ്ധാത്മാവ് പറയാണ്, നിങ്ങൾ ഒറ്റ ഗണമാക്കി ദൈവം മാറ്റും. ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കും. ഈ ഒറ്റക്കെട്ടായിട്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മുൻപോട്ട് സ്റ്റെപ്പ് വെക്കും. നിങ്ങൾ ഒരു സൈന്യമാക്കി ദൈവം എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ നിന്നുകൊണ്ട് സഭ ഒരു വലിയ ഗണമായി മാറും.
തിരുവനന്തപുരത്ത് കാസർഗോഡ് വരെയല്ല, ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയല്ല നിങ്ങൾ അറിയപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ ഈ കൂട്ടായ്മ അറിയപ്പെടും. ഈ രഗബോത്ത് എന്ന മിനിസ്ട്രി അത് അറിയപ്പെടും. രഗബോത്ത് എന്ന മിനിസ്ട്രിയെ മറച്ചു വെച്ചു എങ്കില് പരിശുദ്ധാത്മാവ് പറയുന്ന അതിന് തിരിവ് സംഭവിക്കും. ഇതിനെ അറിയപ്പെടുന്ന ഇന്നത്തേക്ക് ദൈവം മാറ്റും. ഒരു ഭവനത്തിനാൽ തൊടുകയല്ല, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി ചില സുവാർത്ത ദൂതികളെ എഴുന്നേൽപ്പിക്കും, സുവാർത്ത ദൂതന്മാരെ എഴുന്നേൽപ്പിക്കും. ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന സകല ദൈവമക്കളും പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളായിരിക്കുന്ന ദേശത്തെ പട്ടണത്തിനകത്ത് നിങ്ങൾ അറിയപ്പെടാൻ പോവുകയാണ്. അവരെ വലിയ ദൈവം നിർത്തും. അഭിഷിക്തന്മാരാക്കി ഞാൻ എന്റെ സഭയെ പണിയും. വലിയൊരു ഗണമാക്കി ദൈവം മാറ്റും. വലിയുമ്പോൾ അടുത്ത പദം സൈന്യങ്ങളുടെ രാജാക്കന്മാർ ഓടുന്നു. എപ്പോഴാ ഓട്ടം തുടങ്ങിയത്? സുവാർത്ത ദൂതികൾ ഒരു ഗണമായി എഴുന്നേൽക്കുമ്പോൾ. ഇന്ന് രാത്രികാലം ഓരോരുത്തരും തീരുമാനമെടുക്കണം. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ലൈഫ് അത് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ദേശത്തും സഭയ്ക്കകത്തും ചുറ്റുപാടും പട്ടണത്തിന് നടുവിലും നിങ്ങളൊരു ഗണമാക്കി ദൈവം മാറ്റും. അറിയപ്പെടുന്ന തലത്തിൽ ദൈവമാക്കും. സുവാർത്ത ഗണമായി എഴുന്നേൽക്കുമ്പോൾ എതിരെ നിന്ന് ഓടും. ഈ രാത്രിയിൽ ഒരു തുടങ്ങുമ്പോൾ എതിരായി നിന്നതെല്ലാം ഇറങ്ങി ഓടാൻ പോവുകയാണ്. എതിരായി പറഞ്ഞവരെല്ലാം മാറിപ്പോകാൻ പോവുകയാണ്. ഇതിനകത്ത് ചില ഇരുട്ടിന്റെ ശക്തികൾ ഇരുളിന്റെ ആധിപത്യങ്ങള് ഇന്ന് രാത്രികാലം അഴിഞ്ഞു മാറാൻ പോവുകയാണ്. നീ ഭൂശക്തി ഓടാൻ പോവുകയാണ്. നിന്റെ ശരീരത്തിൽ നിന്നും, നിന്റെ അസ്ഥിക്കകത്തു നിന്നും, നിന്റെ തലയ്ക്കകത്തു നിന്നും, നിന്റെ ശരീരത്തിന്റെ സകല മേഖലയ്ക്കകത്തു നിന്നും ഇന്ന് രാത്രി കാലം ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. പൈശാചികമായ സകല തടസ്സങ്ങൾ അഴിഞ്ഞു മാറാൻ പോവുകയാണ്. രാജാക്കന്മാർ ഓടുന്നു. അവർ ഓടിയപ്പോഴാണ് അവരുടെ സൈന്യം കൂടി അവരുടെ പിറകിലോടി. അതുകൊണ്ട് 2 തവണ ഓടുന്നു എന്ന് എഴുതിയിരിക്കുന്നേ അല്ലെ? വചനത്തിനകത്ത് അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? ഓടുന്നു. അപ്പൊ രാജാക്കന്മാർ ഓടുന്നു, പിറകിൽ സൈന്യങ്ങൾ ഓടുന്നു. ഇത് ദേശത്തെ അടക്കി ഭരിക്കുന്ന ദേശാധിപതിയാണ്. ഒരു അന്ധകാര മണ്ഡലമാണ്. അതിനെ ജയിക്കുന്നതാണ് ഉപവാസവും പ്രാർത്ഥനയും. ഇന്ന് രാത്രിയിൽ യേശു പറയും, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകത്തില്ലെന്ന്. അതുകൊണ്ടാണ് മാസം തോറും ഉപവാസവും പ്രാർത്ഥനയും നാം വെക്കുന്നത്. നമ്മൾ ആക്രമിക്കാൻ അടുത്തു വരുന്ന അന്ധകാര ശക്തികളെ ഇന്ന് പകല് രാത്രിയില് വചനം പറയുന്നു. ചിലതൊക്കെ ചിതറിയോടും. ദേശത്തു നിന്ന്, കുടുംബത്തിൽ നിന്ന്, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ശത്രു കൊണ്ടിരുന്ന സകലം ചിതറിപ്പോകും. അനർത്ഥങ്ങൾ മാറിപ്പോകും, ചിതറും. അപകടങ്ങൾ ചിതറിപ്പോകും. രോഗശക്തികൾ ചിതറിപ്പോകും. കടഭാരങ്ങൾ മാറാൻ പോവുകയാണ്. ഉപവസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. രാജാക്കന്മാരെ ഓടിക്കാൻ സുവാർത്ത ദൂതികൾ മനസ്സ് വെച്ചാൽ ഒരു ഗണമായി നിന്നു കഴിഞ്ഞാൽ, ഐക്യമായി നിന്നു കഴിഞ്ഞാൽ, ഒരു മനസ്സോടെ നിന്നു കഴിഞ്ഞാൽ, വചനത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ, സത്യത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ, ഇന്ന് രാത്രിയില് ശത്രു കൊണ്ടുവെക്കുന്നത് അത് ചിതറിപ്പോകും. ഇന്ന് രാത്രി വിടുതൽ വെളിപ്പെടും. ഹാലലുയ. സുവാർത്തൂതികൾ ഒരു ഗണമായാൽ ഇന്ന് രാത്രിയില് ഹാലലുയ രാജാക്കന്മാർ ഓടും. സൈന്യങ്ങൾ ഓടും. മാത്രമല്ല വീട്ടിൽ പാർക്കുന്നവരായി മാറും. അവരെ ആരും അറിയുന്നില്ല. അവർ മറഞ്ഞിരിക്കുന്നു, പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ അവർക്കൊരു വീട്ടിൽ വിടുതൽ നടക്കും. ഇന്ന് രാത്രികാലം ചിലതൊക്കെ ഓടി മാറുമ്പോൾ, ചത്തുകൊണ്ട് വെച്ചിരിക്കുന്ന സകല തടസ്സങ്ങളും കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു മാറുമ്പോൾ, വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് അഴിഞ്ഞു മാറുമ്പോൾ, തലമുറകളിൽ അഴിഞ്ഞു മാറുമ്പോൾ, രോഗശക്തികൾ അഴിഞ്ഞു മാറുമ്പോൾ, ജോലി മേഖലയെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് അഴിഞ്ഞു മാറുമ്പോൾ, ഇന്ന് പകലിൽ കുടുംബത്തിനകത്തും വിടുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്.
നാട്ടിൽ പാർക്കുന്നവൾ അല്ല പിന്നെ എവിടെയാണ്? വീട്ടിൽ പാർക്കുന്നവൾ ആമേൻ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചില ആമേൻ ഹാല്യ മർമ്മങ്ങളിലേക്ക് പോയാൽ വലിയ വിഷയം. വീട്ടിൽ പാർക്കുന്നവർക്ക് അവളെ ദൈവം മറക്കത്തില്ല. അവൾ വീട്ടിലിരിക്കുമ്പോൾ തന്നെ ശത്രു അപകരിച്ചു കൊണ്ടുപോയത് അവളുടെ വീട്ടിൽ തിരിച്ചു കൊണ്ടുവരികയാണ്. അവൾ അത് പങ്കിടും. ഇന്ന് ഇവിടെ ആമേ രാത്രി ശുശ്രൂഷിക്കുമ്പോൾ ആമേ വളരെ വർഷങ്ങളായി നിന്റെ ഭവനത്തിനകത്ത് തടയപ്പെട്ട വാക്തത്വം ആമേ നിന്നിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയത് നീ അനുഭവിക്കേണ്ട അവകാശം, നിന്റെ തലമുറ അനുഭവിക്കേണ്ട ആമേ ദൈവപ്രവൃത്തി നിന്റെ വീടിനകത്ത് ആമേ പ്രാപിക്കേണ്ട മടക്കി കൊണ്ടുവരാൻ പോയി. ശുദ്ധാത്മാവ് ഇങ്ങനെ കാണിക്കുന്നു. ഷീബ സിസ്റ്ററിനോട് ദൈവത്തിന് ആത്മാവ് ഇടപെടുന്നു. ആലോചനകളുണ്ട്. പലപ്പോഴും ഒരു മണ്ണിട്ട് മൂടുന്നത് പോലെ എത്തിപ്പെടാൻ പറ്റാത്ത വണ്ണം പ്രാപിച്ചെഴുന്നേൽക്കാൻ പറ്റാത്ത വണ്ണം പല സന്ദർഭങ്ങളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ദൈവാത്മാവ് പറയുന്നു ഒരു പരിധി വിട്ട് കയറി വരാൻ പറ്റാത്ത അനുഭവങ്ങളെ ദൈവം മാറ്റിയിട്ട് ഒരു സ്റ്റെപ്പിലേക്ക് കയറുന്നത് പോലെ മകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വാക്തത്വങ്ങളും വെളിപ്പെടാൻ പോവുകയാണ്. ചില കയറും, ചില കാഴ്ചപ്പാടുകളെ ദൈവത്തിന് തുറക്കുമെന്ന് ഇടപെടുകയാണ്. ഇന്നലെ വരെ ലഭിക്കുന്നത്, ഇന്നലെ വരെ അടഞ്ഞു പോയത് ഇന്ന് രാത്രി പറയുന്നു വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. കാഴ്ചപ്പാടുകളെ ദൈവം തിരിക്കും. കുടുംബത്തെ സാമ്പത്തിക സ്റ്റക്കായി കിടക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പുതിയ ഉറവ നിന്റെ മകളുടെ ജീവിതത്തിൽ കാണാത്ത ചില നന്മകൾ പ്രാപിക്കും. അത് കുടുംബത്തെ ദൈവം തീർക്കും. പലപ്പോഴും ശരീരങ്ങൾക്ക് വിരോധമായി ആത്മീയ ശുശ്രൂഷയ്ക്ക് വിരോധമായി നിൽക്കുന്ന ചില തടസ്സത്തെ ദൈവാത്മാവ് കാണുന്നു. അതിന് രാത്രികാലം അഴിഞ്ഞു മാറുകയാണ്. ദൈവം കൊടുത്ത കാഴ്ചപ്പാടിന് വിരോധമായി നിൽക്കുന്ന സകല തടസ്സങ്ങള് ആ കുടുംബത്തിൽ അഴിഞ്ഞിരിക്കുന്നു. കാണിക്കുന്നു. ആമേൻ മുൻപിൽ ചെങ്കടൽ, പിറകിൽ ഫറവോന് സൈന്യം. രണ്ടു വശത്തും വലിയ മല പോലുള്ള മതിലുകള്. എന്നാൽ ജനം എങ്ങനെ മുൻപോട്ട് പോകും? അവൻ മോശം മുൻപിൽ ഉണ്ടെങ്കിലും എങ്ങനെ കര കയറും എന്ന് ചിന്തിക്കുന്നത് നടുവില് ദൈവാത്മാവിന് അസാധാരണമായ ദൈവപ്രവൃത്തി, അത്ഭുത ദൈവത്തിന്റെ കരം അവിടെ നീട്ടിയപ്പോൾ മോശ വടി നീട്ടുമ്പോൾ ജനം കാണുന്ന മോശയാണ് കാണുന്നത്, ജനം കാണുന്ന വടി നീട്ടുന്നത് കാണുന്നത്. എന്നാൽ മോശയാണോ വടിയാണോ കാരണക്കാരല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് അവിടെ പ്രവർത്തിച്ചു. ദൈവം ഇറങ്ങി വന്ന ചെങ്കടനെ രണ്ടാക്കിയിട്ട് അടഞ്ഞിനെ ദൈവം തുറന്നു. ഇസ്രായേൽ ജനം 530 ലോകത്തിൽ കടന്നു. അവര് വരുമെന്നും മുൻകൂട്ടി അറിയാവുന്ന പിതാവായ ദൈവം അവർക്ക് വേണ്ടി ചെങ്കടലില് അടിയിൽ പാത മുന്നമേ വെട്ടി ഒരുക്കിയിട്ടിരുന്നു. എന്നാൽ അവർക്ക് വേണ്ടി പാത ഒരുക്കി കൊടുത്തതുപോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയ ഷീബാസിന്റെ കുടുംബത്തോട് ദൈവാത്മാവ് പറയുന്നു, അടഞ്ഞതിനെ ദൈവം തുറക്കുമെന്നും അസാധാരണ ദൈവപ്രവർത്തി കുടുംബത്തിനകത്ത് വെളിപ്പെടുത്തുമെന്നും നിങ്ങളുടെ വാതിലുകൾ നിങ്ങൾക്ക് കുടുംബത്തോ ജോലി സംബന്ധമായ ചില വഴി ഓപ്പണാക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഏറ്റെടുത്താട്ടെ. എത്തിച്ചെങ്കില് ഇന്ന് രാത്രി ദൈവം ചില വഴികളെ ഓപ്പണാക്കും. വാക്തത്വങ്ങൾ മുൻപിലുണ്ട്. വാക്തത്വങ്ങളെ പ്രാപിച്ചെഴുന്നേൽക്കുന്ന ദിനങ്ങളാക്കി ദൈവം മാറ്റുമെന്ന് ദൈവത്തിന് യേശുവിന്റെ രക്തം ചെയ്യാൻ എടുക്കുന്ന ഇന്ന് രാത്രി കവർച്ചയാക്കി പോയത് തിരിച്ചു തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ പോവുകയാണ്. നഷ്ടപ്പെട്ട ഇന്ന് തിരിച്ചു തരും. നഷ്ടപ്പെട്ടു പോയ നന്മ വീട്ടിൽ പോവുകയാണ്. ലഭിക്കാത്ത വിടുതൽ ലഭിക്കാൻ പോവുകയാണ്. നിന്റെ ആയുസ്സിനെ മടക്കി തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് ഹാലലൂയ ദൈവം എന്നെ വിളിച്ചത് കൊണ്ട് ദൈവം എന്താണ് 13-ാം വാക്യം നിങ്ങൾ തൊഴുത്തുകൊണ്ട്
കർത്താവിന്റെ ചിലത് വെള്ളി കൊണ്ടും അതിന്റെ തൂവലുകൾ പൈമ്പൊന്നു കൊണ്ടും പൊതിഞ്ഞിരിക്കുന്നത് പോലെയാകുന്നു. ഹല്ലേലൂയ. ഞങ്ങളെ ആമേ ദൈവം ആമേ വെള്ളി കൊണ്ട് പൊതിഞ്ഞും ആമേ പൊന്നുകൊണ്ട് പൊതിഞ്ഞും ാണ് ആമേ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരു കാഴ്ചപ്പാടുള്ള സഭയാക്കി വ്യക്തികളെ ആമ എഴുന്നേൽപ്പിക്കും. ഇന്ന് രാത്രികാലം സർവശക്തൻ രാജാക്കന്മാരെ ആമേ ചിതറിപ്പിച്ചപ്പോൾ സൽമോനി ഹിമം പെയ്തു. ഹല്ലേലൂയ. സൽമോനി ഹിമം പെയ്തു. ആമേ ചിതറിപ്പിക്കാൻ ദൈവം ഉപയോഗിച്ച ആയുധം ഹിമമാണ്. അതിന് കാരണം ചില സുവാർത്ത ദൂതികളാണ്. അവർക്ക് ആജ്ഞ കൊടുത്തു. ഇന്ന് രാത്രിയിലെ വേദപുസ്തക ചരിത്രത്തിൽ ദൈവം ഏൽപ്പിച്ച ചില സുവാർത്ത ദൂതികളുണ്ട്. അവരിലൂടെ ദൈവം ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താനിടയായി തീർന്നു. പഴയ നിയമത്തിൽ ദൂതികളുണ്ട്. ന്യായാധിപൻ 4-ലും 5-ാം അധ്യായത്തിലും കാണുന്നു. 4-ാം അധ്യായം ചരിത്രം വായിക്കാൻ സമയമില്ല. 4-ാം അധ്യായം ചരിത്രം സംഭവിച്ചിരിക്കുന്നതാണ്. 5-ാം അധ്യായം ദെബോറയുടെ വിഷയമാണ്. 4-ഉം 5-ഉം അധ്യായം വായിക്കുമ്പോൾ അവിടെ 2 സുവാർത്ത ദൂതികളെ കാണുന്നു. ഒന്ന് ദെബോറ എന്ന് ഉള്ള പ്രവാചിയെ കാണുന്നു. 2 യായേൽ എന്ന ഒരു പ്രാർത്ഥനക്കാരിയെ നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. ദെബോറ എന്ന് പറയുമ്പോൾ ന്യായാധിപതിയാണ്, ന്യായപാലനം നടത്തുന്നവളാണ്. അവൾ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ദെബോറ. ഇന്ന് രാത്രിയില് ഈ കൂട്ടായ്മയ്ക്കകത്ത് ചില ദെബോരമാരുണ്ട്. ചില ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ചില യായേലുമാരുണ്ട്. വീട്ടിൽ പാർക്കുന്നവളാണ് അവൾ. പ്രശസ്തയല്ല. യായേൽ പാർക്കുന്നത് എവിടെയാണ്? വീട്ടിലാണ്. അവൾ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ളവളാണ്. യായേൽ കൂടാരത്തിൽ പാർക്കുന്നവളാണ്. ദെബോറ എവിടെ പാർക്കുന്നു? ഈന്തപ്പനയുടെ ചുവട്ടിലാണ്. ഒരുത്തി വീടിന് പുറത്തുമിരുന്ന് പ്രാർത്ഥിക്കുന്നു. ദെബോറ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യായേൽ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അകത്തും പുറത്തും ഇരിക്കുന്നവരുണ്ട്. വീടിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, പുറത്തിരിക്കുന്നവരുണ്ടാകാം. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന പല വ്യക്തികളുമുണ്ട്. പ്രവചിക്കുന്ന ദെബോരമാർ എഴുന്നേറ്റ് വരും. പ്രാർത്ഥിക്കുന്ന യായേലുമാർ ഇതിനകത്ത് എഴുന്നേറ്റ് വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. പുറത്ത് ഈന്തപ്പനയുടെ ചുവട്ടിൽ പുറത്തിരിക്കുന്നവൾ ജനത്തോട് പ്രവചിക്കുന്നു. അകത്തിരിക്കുന്നവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അകത്തിരിക്കുന്നവൾക്കറിയാം, പുറത്തിരിക്കുന്നവർക്കും അറിയാം. ഒരുപോലെ കാണുന്നവനാണ് സർവശക്തൻ. പ്രാർത്ഥിക്കുന്നവരെയും അറിയാം, പ്രവചിക്കുന്നവരെയും അറിയാം. അങ്ങനെ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന് സകലരെയും അറിയാം. ഹല്ലേലൂയ. ഇവരെ 2 പേരെയും സ്വാർത്ഥ ദൂതികളായി ദൈവം പുറത്തെടുത്തു. കാരണം കഴിഞ്ഞ 20 വർഷങ്ങളായി കനാന്യ രാജാക്കന്മാരെ യാബീൻ ജനത്തെ 900 ഇരുമ്പ് രഥം കൊണ്ട് തന്റെ ജനത്തെ ഞെരുക്കങ്ങളും ജനത്തെ പീഡിപ്പിക്കുന്നതും ഇതിൽ നിന്ന് ഇതുവരെ വിടുവിപ്പാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഇസ്രായേൽ ജനത്തിന്റെ മേൽ പലതവണ ദുഷ്ടൻ തന്റെ ഇരുമ്പ് രഥങ്ങൾ കൊണ്ട് ഉരുട്ടി. ചിലർ മരിച്ചു വീഴാനിടയായി തീർന്നു. ചിലരെ രഥങ്ങൾ കൊണ്ട് ഉരുട്ടുമ്പോൾ ചതഞ്ഞു. ചിലർ നഷ്ടപ്പെട്ടു. ചിലർ അംഗവൈകല്യമുള്ളവരായി മാറി. ചിലർ രോഗികളായി മാറി. ഇതിന്റെ നടുവിൽ ഒരു കൂട്ടം ജനത്തിൽ ദൈവമക്കളായിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, അവര് തന്റെ ജനം നിലവിളിച്ചു. അങ്ങനെയെങ്കിൽ 900 രഥമുള്ള 20 വർഷം തന്റെ ജനത്തെ ഞെരുക്കി. ഏറിയ വർഷങ്ങൾ കൊണ്ട് ജനത്തെ ഞെരുക്കിയ ആ ശത്രുവിനെ ഇല്ലാതാക്കുവാൻ ദൈവം ആജ്ഞ പുറപ്പെടുവിച്ചു. അങ്ങനെയെങ്കിൽ ആജ്ഞ പുറപ്പെടുവിച്ചത് ആരെയാണ്? 2 സുവാർത്ത ദൂതികള്. അതിൽ ഒരുത്തി ദെബോറ, മറ്റൊരാള് യായേൽ. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന ദൈവമക്കളെ, നിങ്ങളെ ദൈവത്തിന് ആത്മാവ് പറയുന്നു, കഴിഞ്ഞ കുറെ വർഷങ്ങളായി നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ചില ഞെരുക്കത്തെ അങ്ങനെ ഞെരുക്കുന്ന ചില ശത്രുവിനെ അഭിഷേകം പ്രാപിച്ചവര് തിരിച്ച് ഞെരുക്കാൻ പോവുകയാണ്. ഇല്ലാതാക്കാൻ പോവുകയാണ്. പൈശാചിക ലോകത്തെ ചില രോഗശക്തികൾ മാറട്ടെ, ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കടഭാരത്തെ ഞെരുക്കുന്ന ഞെരുക്കങ്ങൾ മാറട്ടെ. ജനത്തെ ഇല്ലാതാക്കുന്ന ഞെരുക്കങ്ങൾ മാറട്ടെ. ഇന്ന് രാത്രിയിൽ ആ വിഷയങ്ങൾക്കകത്ത് വിടുതൽ വെളിപ്പെട്ട് വരട്ടെ.
ആരാധിക്കുന്ന വിശ്വാസിയെ എന്നും ദുഷ്ടൻ നിന്നെ ഞെരുക്കുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ദൈവം ആജ്ഞ പുറപ്പെടുവിച്ചാൽ സാമ്പത്തികമായി ഞെരുക്കുന്ന, മാനസികമായി ഞെരുക്കിക്കളയുന്ന, ശാരീരികമായി ഞെരുക്കിക്കളയുന്ന, കുടുംബ ജീവിതത്തെ ഞെരുക്കിക്കളയുന്ന, നന്മയെ ഞെരുക്കിക്കളയുന്ന ഇന്ന് രാത്രികാലം ഇരുമ്പ് രഥം, ആമേ, ചക്രം, ആമേ, തകരാൻ പോകുകയാണ്. ആമേ, ശത്രു തകരാൻ പോകുകയാണ്. ആമേ. തന്റെ ജനത്തെ 20 വർഷമായി ഞെരുക്കുന്ന ഞെരുക്കത്തിൽ നിന്ന് ദൈവത്തോട് അവർ നിലവിളിച്ചു. ആമേ, ആര് വിടുവിക്കും? ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ന്യായപാലനം ചെയ്ത് പ്രവചിക്കുന്ന ദെബോറയോട് ഒരിക്കൽ കർത്താവിന്റെ ആമേൻ അരുളപ്പാടുണ്ടായി. ആമേൻ. ഹല്ലേലൂയ. എന്താണ് അരുളപ്പാട്? ആമേൻ, സെബൂലിൽ നിന്നും നഫ്താലിയിൽ നിന്നും നിന്റെ ആമേൻ സേനാ നായകനായ ബാരാക്കിനെ അവിടെ വിളിച്ചു വരുത്തണം. അവരോട് എന്റെ ആജ്ഞ അറിയിക്കണം. ഞാൻ ആമേ പ്രവർത്തിക്കുവാൻ പോകുന്ന ദിവസമാണ്. ദൈവം എഴുന്നേൽക്കാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ചിലതിനൊക്കെ ദൈവ ശബ്ദത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആമേൻ. ദെബോറ ബാറാക്കിനെ വിളിച്ചിട്ട് വരുത്തി. ആമേൻ. ദെബോറ പറഞ്ഞു, ബാരാക്കേ, നീ സെബൂലിൽ നിന്നും നഫ്താലിയിൽ നിന്നും 10,000 പേരെ തിരഞ്ഞെടുത്ത് ഈശാൻ തോട്ടിൽ ചെല്ലണം. ഞാൻ സീസരെയും അവന്റെ 900 ഇരുമ്പ് രഥങ്ങളെയും അവന്റെ സൈന്യബലത്തെ ഞാൻ തോട്ടിന്റെ കരയിൽ നിർത്തും. ആമെ, അടുക്കൽ കൊണ്ടുവന്നിട്ട് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെന്ന്. ആമെ, ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ പോവുകയാണ്. ആമെ, ഇന്ന് രാത്രി കീശോൻ തൊട്ടിൽ വെച്ച് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ആമേ, നിന്റെ അടുക്കൽ കൊണ്ടുവരും, നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ആമേൻ, ആമേൻ. അവരെ കൊണ്ടുവന്ന് തരുമെന്ന് പറഞ്ഞു. നിന്നെ ഞെരുക്കുന്നവനെ, നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിന്റെ അടുക്കൽ കൊണ്ടു നിന്നെ വെല്ലുവിളിച്ച, സ്വസ്ഥതയില്ലാതെ വണ്ണം ആക്കി തീർത്ത, ആമേ, സമാധാനമില്ലാതാക്കി തീർത്തതിനെ ഇന്ന് രാത്രികാലം ആമേ നിന്റെ ജീവിതത്തെ നിനക്കെതിരെ ആമേ ചെല്ലിവിട്ട നിന്റെ ശത്രുവിനെ നിന്റെ അടുത്ത് കൊണ്ടുവരും, നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ബാരാക്ക് പറഞ്ഞു, അങ്ങനെ നിന്നെ ആമേ കൊണ്ടുപോകാൻ പറ്റത്തില്ല, ആമ നീയും കൂടെ വരണമെന്ന്. ആമേ, എങ്കിൽ ഞാനും പോകാം, അല്ല ഞാനും വരാമെന്ന് ദെബോറ പറഞ്ഞു. നമ്മുടെ കയ്യിൽ വലിയ സൈന്യമില്ല, വാളില്ല, കുന്തമില്ല, യുദ്ധമില്ല. ഹല്ലേലൂയ. എന്നാ സീസറുടെ കയ്യിൽ എന്തുണ്ട്? 900 വരുന്ന സീസർ. നേരിടുന്ന ഒന്നും എനിക്കില്ല. കർത്താവേ എന്ന് പറഞ്ഞ നിനക്ക് ആമേ രഥം വേണ്ട, രഥചക്രങ്ങളും വേണ്ട, വലിയ സൈന്യങ്ങളൊന്നും വേണ്ട. പക്ഷെ നിന്റെ കൂടെ എന്റെ ആജ്ഞയുണ്ട്, സർവശക്തന്റെ ആജ്ഞ. ആമേ, ആമേ. പ്രാർത്ഥിക്കുന്ന കൂട്ടമേ, പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന കൂട്ടമേ, തീരുമാനമുള്ള ഉറപ്പും ധൈര്യമുള്ള കൂട്ടമേ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ആജ്ഞ പുറപ്പെടുവിക്കും, കുടുംബത്തിന് വേണ്ടി ആജ്ഞ പുറപ്പെടുവിക്കും. തൊട്ടി ചെന്ന് അവിടെ സീസറേയും 900 ഇരുമ്പ് രഥമുള്ളവരെയും ഒക്കെ എല്ലാരും കടന്നു വന്നു. ദൈവം കീശോൻ തോട്ടിൽ വരുത്തിയത് എന്തിനെന്ന് അറിയാമോ? കീശോൻ തോട്ടിന്റെ പ്രത്യേകത, ആമേ, ഇതിന്റെ കരയിൽ ഒരു വലിയ മൈതാനമുണ്ട്. വേനൽക്കാലത്ത് ഈ മൈതാനത്തിന്റെ തറ പാറ പോലെ ഇരിക്കും, ഉറച്ചു നിൽക്കും. ആമേൻ. വേനൽക്കാലത്ത്. എന്നാൽ മഞ്ഞ് പെയ്യുന്ന സമയമാകുമ്പോൾ, മഴ പെയ്യുന്ന സമയമാകുമ്പോൾ ചേറും ചെളിയുമാകും. ആമേ, തറ മൈതാനത്തിന്റെ അവസ്ഥകൾ മാറും. പിന്നെ അവിടെ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഇപ്പോൾ ആമേൻ വേനൽക്കാലമാണ്, മഴക്കാലമല്ലേ, ചൂടുള്ള കാലം സമയം. സീസറും ഇരുമ്പും രഥങ്ങളും വന്ന് അണിനിരുന്നു. ആമേ, ഒരു യുദ്ധത്തിനുള്ള അണിനിരക്കുന്നത് പോലെ ആമേ ശത്രു സൈന്യം, സീസറും ആമേ സൈന്യവും അണിനിരുന്നു. ഇപ്പുറത്ത് ബാരാക്കും പ്രാർത്ഥിക്കുന്ന കുറിച്ച് ദൈവമക്കളും, മറുഭാഗത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ചില സുവാർത്ത ദൂതികളും. ആമേ, വാളുകൊണ്ട് നേരിടുന്ന ബലമില്ല. അവരുടെ കയ്യിൽ 900 ഇരുമ്പ് രഥങ്ങളും ഇല്ല. എന്നാൽ അവരുടെ കയ്യിൽ ബാരാക്കിന്റെ കയ്യിൽ ഒരു മെതിവണ്ടി പോലുമില്ല. അവർക്ക് 900 കുതിരകളുണ്ട്. ആർക്ക്? സീസർക്ക്. ബാരാക്കിന് ഒരു കാളവണ്ടി പോലുമില്ല. എങ്ങനെ നേരിടുമെന്ന് ചിന്തിക്കുന്നത് നടുവില. ഒരു കാളവണ്ടി പോലും ഇല്ലാത്തവർ എങ്ങനെ 900 ഇരുമ്പ് രഥങ്ങളെ തകർക്കും? ആ സൈന്യത്തെ തകർത്തു കളയും. പക്ഷെ സ്വർഗം ഒരാജ്ഞ പുറപ്പെടുവിച്ചു. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ആജ്ഞ പുറപ്പെടുവിച്ചു. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ ദൈവം ആമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. ആമേ, പരാജയപ്പെടുന്നത് കണ്ടാൽ കാണും. ആമേൻ, ഹല്ലേലൂയ. കുടുംബത്തിന് നേരെ കയറി വരുന്നത്, സഭയ്ക്ക് നേരെ കയറി വരുന്നത്, ആമേൻ, ആമേൻ, ജോലി മേഖലകളിലും ആത്മീയ ശുശ്രൂഷകളിലും കയറി വരുന്ന കർത്താവ് ചിതറിപ്പിക്കാൻ പോവുകയാണ്.
മുഴങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം കൊണ്ട് ചൊരിഞ്ഞു, സന്മൂലന ഹിമം ചൊരിഞ്ഞു. ദൈവം മേഘം കൊണ്ട് കൽപ്പിച്ചു, ആകാശം കൊണ്ട് കൽപ്പിച്ചു, ഈ കീശോൻ തോട്ടിൽ മഞ്ഞ് പെയ്തിറങ്ങട്ടെ, മഴ പെയ്തിറങ്ങട്ടെ. ഈ മഞ്ഞ് പെയ്തിറങ്ങിയപ്പോൾ ദൈവജനത്തിന് തണുപ്പായി, അവർക്ക് ഏസിയായി, ക്ഷീണിച്ചിരുന്ന അവർക്ക് തണുപ്പിച്ചു. ഇന്ന് ചില ആശ്വാസങ്ങൾ കുടുംബത്തിനകത്ത് തരും. ആമേൻ. വിടുതലുകളെ ദൈവം നൽകി തരാൻ പോവുകയാണ്. ശത്രുവിനെ ആ താഴ്വരയിലേക്ക് താണുപോകാനിടയായി, ശത്രു പരാജയങ്ങൾ സംഭവിക്കുകയാണ്. 900 ഇരുമ്പ് രഥം ഇസ്രായേൽ മക്കളെ നോക്കി നിൽക്കുമ്പോൾ രഥം ഒന്ന് താഴേക്ക് താഴുകയാണ്. കാരണം പാറ പോലെ നിന്ന ആ മേഖലയുണ്ടല്ലോ, മണ്ണ് ചതുപ്പ് നിലമായി, ചതുപ്പ് മഞ്ഞ് പെയ്തപ്പോഴും മഴ പെയ്തപ്പോഴും ചതുപ്പ് നിലമായി. അങ്ങനെ ആമേൻ കീശോൻ തോട്ടിന് അരികിൽ ചേറും ചെളിയുമായി ആമേ അങ്ങനെ കുതിർന്നു നിന്നപ്പോ തലപൊക്കി നിന്ന സീസർ ഹല്ലേലൂയ താഴ്ന്നു പോകുന്നു. ആമേ താഴുക മാത്രമല്ല, കീശോൻ തോട് നിറഞ്ഞു കവിയാനിടയായി തീർന്നു. രഥമെല്ലാം താണുപോയി. ചിലര് വഴുതിപ്പോകാനിടയായി തീർന്നു. ഹല്ലേലൂയ. ചിലർ ഒഴുകിപ്പോകാനിടയായി തീർന്നു. ആമേ. ഇതിനകത്ത് ആമേൻ 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 പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ആരാധിക്കുന്ന ദൈവകുഞ്ഞെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം ആമേൻ ഹല്ലേലൂയ വിശ്വസിച്ചേറ്റെടുത്താട്ടെ. ആമേൻ ആമേൻ. താഴ്ത്തി ആമേൻ ചക്രം എല്ലാം താണു പോകാനിടയായി തീർന്നു. ഇതിനെ ആമേൻ കുതിര കയറിയായി സീസർ നോക്കിയപ്പോൾ എല്ലാ രഥവും താണു, എന്നാൽ എന്റെ രഥം മാത്രം താണില്ല എന്ന് അദ്ദേഹത്തിന് ഒരു വിചാരമുണ്ടായി. എന്നാണ് ആ നോക്കിയപ്പോൾ ചിദ്രച്ചപ്പോൾ താഴേക്ക് പോകുന്നു. സീസർ, നീ ദൈവത്തോട് കളിച്ചതിന് ആമേ ദൈവനാമത്തോട് കളിച്ചാൽ, നീ ആമേ ദൈവജനത്തോട് കളിച്ചാൽ, ആമേ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളോട് കളിച്ചു കഴിഞ്ഞാൽ ശത്രുവോടെ പരാജയപ്പെട്ടു പോകും. സഭയ്ക്കകത്തുണ്ടോ, കുടുംബത്തിനകത്തുണ്ടോ, നിങ്ങൾക്ക് വിരോധമായി വരുന്ന ആയുധം ഫലിക്കത്തില്ല. ഇപ്പോൾ ഇന്നലകളിൽ നിന്നെ ഞെരുക്കിയ ചില ഞെരുക്കങ്ങൾ, ആമേ രഥചക്രങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോ നീ പാർക്കുന്ന ദേശത്ത് ദുഷ്ടന്റെ രഥം താഴ്ന്നു പോകും. സീസുടെ രഥം സീസർ ആമേ മനസ്സിലായി, ഈ രഥം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ആമേ വചനം പറയുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുമെന്ന്. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, രഥത്തെ പിടിച്ചു നിന്നപ്പോൾ അവൻ താണപ്പോൾ കുതിരയുടെ വാലിൽ കയറി പിടിച്ചു, അതും താണുപോയി. അവർ കുനിഞ്ഞു വീണുപോയി, എഴുന്നേറ്റ് നിവർന്നു. ആമേ സീസർ രഥത്തിൽ ഇറങ്ങി ആരെ എതിർത്ത് നിന്നാലും ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് എതിർപ്പുകൾ മാറും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാറുകയാണ്, ഒറ്റപ്പെടുകയാണ്, നിരാശകളും വേദനകളും മാറാൻ പോവുകയാണ്. നിനക്കതിനെ കയറി ദൈവം ഇളക്കി. ആമേ ദൈവം അവനെ ഇളക്കി. വളരെ പ്രാർത്ഥിച്ചോ. ഇന്ന് രാത്രി നിനക്ക് സ്വസ്ഥത കെടുത്തിയ, സമാധാനം കെടുത്തിയ ആമേൻ ആമേ ആമേ ദൈവം ആമേ ഇളക്കാൻ പോവുകയാണ്. ആമേ ആ കാഴ്ചകളാണ് പരിശുദ്ധാത്മാവ് കാണിക്കുന്നത്. നിനക്കെതിരെ കയറി വന്ന് ചില സിംഹാസനങ്ങളിൽ നിന്ന് രാജാക്കന്മാരെ താഴേക്ക് ഇറക്കുക. നിന്റെ ആമേ ഇന്ന് രാത്രികാലം സീസർ മാത്രമല്ല, ബാക്കി എല്ലാം താണുപോയി, ഒഴുകിൽപ്പെട്ടു പോയി. ആമേൻ ഹാലലൂയ. ഹിമം മഞ്ഞ് പെയ്തപ്പോൾ ആമേൻ സകലതും താണുപോകാനിടയായി തീർന്നു. ദൈവം ആജ്ഞ കൊടുത്തപ്പോൾ മഴ പെയ്തു, എല്ലാം അതനുസരിച്ച് താണുപോയി. സീസർ രഥത്തിൽ ഇറങ്ങി എങ്ങോട്ട് ഓടുമെന്ന് ചിന്തിച്ചു. ആമേ അങ്ങനെ നോക്കിയപ്പോഴാണ് ദൂരെ ഒരു കൂടാരം കാണുന്നത്. ആരുടെ കൂടാരമാണ്? യായേലിന്റെ കൂടാരം. കൂടാരത്തിനകത്തിലേക്ക് യായേൽ യായേൽ തലയിലൊരു തുണി ഇട്ടുകൊണ്ട് ആമെ കയറി വരികയാണ്. 20 വർഷം കൊണ്ട് ആമെ തന്നെ ഞെരുക്കിയ, അല്ലെ തന്റെ ജനത്തെ ഞെരുക്കിയ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ അവൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥന റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് തലയിൽ തുണിയിട്ടുകൊണ്ട്. അങ്ങനെ 20 വർഷം അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിന് മറുപടികള് ആമേൻ ഹാലലൂയ വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നതിന്റെ വിഷയത്തിനകത്തും ചില മറുപടികൾ കാണാൻ പോവുകയാണ്, ചില വിടുതലുകൾ കാണാൻ പോവുകയാണ്. കഴിഞ്ഞ 20 വർഷമായി കൂടാരത്തിനകത്തിരുന്ന പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ വിഷയത്തിനകത്ത് മറുപടി, ഭാവിയുടെ മേൽ വിടുതല്, കുടുംബത്തിനകത്ത് വിടുതല്, തലമുറയുടെ മേൽ, ജോലിയുടെ മേൽ എല്ലാം വിടുതൽ അയക്കാൻ പോവുകയാണ്. സൗഖ്യങ്ങളെ ദൈവം നൽകി തരാൻ പോവുകയാണ്. അകത്തിരുന്ന് ചില പ്രാർത്ഥന മുറിക്കകത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന യായേലുമാരുണ്ട്. ഇന്ന് പകല് രാത്രി
വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സീസർ യായേലിന്റെ കൂടാരത്തിൽ ചെന്നപ്പോഴാ മനസ്സിലായത് ഇത് വിശ്വാസിയുടെ വീടാണെന്ന്. അവൻ ഓടിച്ച് ഹൃദയം പ്രാപിക്കാനായിട്ട് ചെന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. എന്റെ വീടിന്റെ വാതില് അവൻ വാക്യമുണ്ട് എന്നാണ്. ചില വീടിന്റെ പുറത്തൊക്കെ എഴുതി ഈ വീടിന്റെ നായകൻ, ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ വാതിക്കൽ ആമേ വചനം എഴുതി വെച്ച് കാണാം. ആമേ സ്തോത്രത്തിന്റെ ശബ്ദം, ഹല്ലേലൂയയുടെ ശബ്ദം, ആമേ കയ്യടിയുടെ ശബ്ദം എല്ലാം പുറത്തു നിന്ന് സീസർ കേൾക്കുന്നുണ്ട്. അന്യഭാഷയുടെ ശബ്ദവും. ആമേ ഒരു പ്രാർത്ഥന വീടാണ് എന്ന് ആമേ സീസറിന് മനസ്സിലായി. കയറാൻ ഒരു പേടിയായിരുന്നു. പക്ഷേ ആമേ സീസർ എന്താണ് പേടിച്ച് അല്ല, ഒരു ഇങ്ങനെ പറയില്ല, പടയെ പേടിച്ച് പന്തളത്ത് ചെന്നു കഴിഞ്ഞാൽ അവിടെയും എന്താണ് പന്തളത്തിൽ പടയെന്ന് കേൾക്കും. പ്രാർത്ഥനക്കാരെ പേടിച്ചോടിയതാണല്ലേ. അപ്പൊ ഹല്ലേലൂയ, ചക്രങ്ങൾ ഉരുണ്ടു പോയതും സകലജനം തകർന്നു പോയതും സീസർ അവിടെ നിന്ന് കണ്ടതാണ്. ദെബോരയും കൂട്ടങ്ങളുടെ നടുവിൽ നിന്നാണ് ഓടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധൻ മറുപടി കാണാൻ പോവുകയാണ്. ദൈവത്തെ ഭാഷ പറയുന്നില്ല. ഇന്ന് രാത്രി പറയുന്നു അടിച്ചിട്ട് ആമേ തുണി തലയിലിട്ട് കൊണ്ടുവരുന്നു. കണ്ണുനീരുണ്ട്, കവിൾ അവൻ നനഞ്ഞിട്ടുണ്ട്. സീസർ വന്ന് നിൽക്കുന്നു. കഴിഞ്ഞ 20 വർഷം പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിച്ചതിന് മറുപടി വീട്ടുമുറ്റത്ത് വന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥന മറുപടി ക്ഷണത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വാസ കനാൽ ഏറ്റെടുത്താട്ടെ. പ്രാർത്ഥിച്ചതിന്റെ മറുപടി കൂടാരവാതുക്കൾ വന്നു നിൽക്കുകയാണ്. നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരാൻ പോവുകയാണ്. നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് വിശ്വാസം പ്രാപിച്ച്, അധികാരം പ്രാപിച്ച്, അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾ ആത്മാവിൽ എഴുന്നേറ്റോണം. 20 വർഷം കരഞ്ഞതിന്റെ മറുപടി നിന്റെ കട്ടിൽപ്പടിയുടെ അല്ലെങ്കിൽ വാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. ഇന്ന് നിന്റെ കയ്യിൽ തരാൻ പോവുകയാണ്. യായേലിന് മനസ്സിലായി പേടിച്ചു വന്നിരിക്കുകയാണ് എന്ന്. ആരാണ്? സീസർ. ഭയപ്പെടേണ്ട. പ്രാർത്ഥിക്കുന്നവർക്ക് മനസ്സിലായി ശത്രു പേടിച്ചിരിക്കുകയാണ്. കാരണം യായേൽ ആരാണ്? സുവാർത്ത ദൂതിയാണ്. പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്ന കൂടാരത്തിൽ പ്രാർത്ഥിക്കാൻ കയറികളാണ്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന കൂടാരങ്ങളിൽ അങ്ങനെ ഒന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ നിന്റെ നിന്റെ വീട്ടിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, അകത്ത് കയറി പച്ചവെള്ളം ചോദിച്ചു. എന്നാൽ യായേൽ എന്ത് കൊടുത്തു? പാല് കൊടുത്തു. വർഷങ്ങൾ പ്രാർത്ഥിച്ചതിന്റെ വിടുതൽ വന്നു. ഇന്ന് രാത്രി ഒരുവൻ വീട്ടിലേക്ക് നമ്മൾ വരുമ്പോ ചായയും കാപ്പിയും കൊടുക്കുന്നത് പോലെ യായേലിന്റെ വീട്ടുമുറ്റത്തേക്ക് സീസർ വന്നപ്പോൾ ദാഹിച്ചു വലഞ്ഞാണ് വന്നത്. അന്നേരം ചോദിച്ചപ്പോഴാണ് പാല് കൊടുത്തത്. പരവതാനി വിരിച്ചു കൊടുത്തി. പുതപ്പ് കൊടുത്തി. സീസൺ അതിയായ ഭാരമുണ്ട്, തളർച്ചയുണ്ട്. രഥങ്ങളൊക്കെ വീണു. സകലതും ഓടിയിട്ടാണ് യായേലിന്റെ വീട്ടിലേക്ക് ഓടി വന്നത്. അപ്പൊ ആകമാനം വീർത്തൊലിച്ചു കാണും. ഉറക്കം വരവ് കാണാം പതിവ് പോലെ. അങ്ങനെ കിടന്ന് പരവതാനി വിരിച്ചു കൊടുത്തു, പുതപ്പ് കൊടുത്തു. സീസണ് വിറയ്ക്കുന്നുണ്ട്, നെഞ്ചുവേദനയുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ആർക്കറിയാം? യായേലിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ സീസർ കാണുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ചില പൈശാചിക ശക്തികൾ മാറാൻ പോവുകയാണ്. നമ്മളാണെങ്കിൽ 20 വർഷമായിട്ട് പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ നിന്നെ ആരെങ്കിലും വരുന്നവനെങ്കിൽ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറയും. എന്നാൽ കുഴപ്പമില്ല, കിടന്നോ, നിന്നെ എന്റെ കയ്യിൽ ദൈവമാണ് ഏൽപ്പിച്ചത് എന്ന് സ്തോത്രം പറഞ്ഞ യായേല് അവൾ കൂടാരത്തിന്റെ കുറ്റി ഊരാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന കൂടാരത്തിന്റെ കുറ്റി ഊരി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്ന വചനമാകുന്ന കുറ്റി എടുത്തിട്ട് അവൾ നേരെ ചെന്ന് ശത്രുവിന്റെ അടുക്കലേക്ക് ചെന്നു. ആ കുറ്റി ചെന്ന് ചെന്നിയിൽ വെച്ചിട്ട് വചനമാകുന്ന കുറ്റി കൊണ്ട് അടിക്കാനിടയായി തീർന്നു. നീ സുവാർത്ത ദൂതിയായാൽ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. അവൾ വീട്ടിന് കവർച്ച പങ്കിടും. വീട്ടിൽ ഇരുന്നവരുടെ വീട്ടിൽ കയറിയവന്റെ ചെന്നിയിൽ കുറ്റി അടിച്ചിട്ട് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, സീസറുടെ അങ്ങനെ സീസർ അന്ന് മരണപ്പെട്ടു പോകാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുന്നവന്റെ തല ഉയർത്തി കഴിഞ്ഞ 20 വർഷക്കാലം തകർത്തുകൊണ്ടിരുന്ന ശത്രു, പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്ന സകല വിഷയത്തിനകത്തും ജയം തരാൻ പോവുകയാണ്, വിടുതൽ തരാൻ പോവുകയാണ്. മറുപടി ഇല്ല എന്ന് പറയുന്നിടത്ത് ചില ബിസിനസ് മേഖല, ജോലി മേഖല, തലമുറയുടെ വിഷയങ്ങള്, ശുശ്രൂഷ മേഖലയ്ക്കകത്ത് വിടുതൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഇന്നലകളിൽ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാതെ കിട്ടാതെ വിഷയങ്ങള് ദൈവം മറുപടി അയക്കാൻ പോവുകയാണ്. ഒരു നിമിഷം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാല നിന്റെ വീട്ടിനകത്ത് നടക്കുന്നത് ഹല്ലേലൂയ
ആമേ ഹല്ലേലൂയ. ആമേ ദൈവപ്രവർത്തി നടക്കാൻ പോവുകയാണ്. അങ്ങനെ സീസറുടെ അമ്മ നോക്കുന്നു, അവൻ വരുന്നു, അവന്റെ വരവും കാത്തിരുന്ന അമ്മ. ആമേൻ ഹല്ലേലൂയ. എന്നാൽ ആമേ യായേന്റെ കാൽക്കൽ വീണ് കിടക്കുകയാണ്. ആമേ സീസറിന്റെ അമ്മ കുനിഞ്ഞു നോക്കിയാണ്. കാരണം ഇവർക്ക് അറിയാം, ആമേ നേരെ നോക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന നിന്നെ, അഭിഷേകമുള്ള നിന്നെ, കൃപയുള്ള നിന്നെ ശത്രുവിന് നേരെ നോക്കാൻ പറ്റത്തില്ല. നിന്റെ വീട്ടിനകത്ത് എന്താ നടക്കുന്നതെന്ന് ണ്ട്. ഇന്ന് രാത്രിയിലെ പരിശുദ്ധാത്മാ പറയുന്നു, ആമേ ഹല്ലേലൂയ, ശത്രു ഒളിഞ്ഞു നോക്കുന്നത് ആമേ മാറാൻ പോവുകയാണ്, സ്റ്റോപ്പ് ആകാൻ പോവുകയാണ്. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേ സുവാർത്ത നമ്മൾ കേട്ട വചനം, ആമേ ഹല്ലേലൂയ, എന്താണ്? സുവാർത്ത ദൂതികൾ വലിയൊരു ഗണമായി തീരും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, ഈ കൂട്ടായ്മയ്ക്കകത്ത് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഓരോരുത്തരും ആമേ അഭിഷിക്ത പോവുകയാണ്. സുവാർത്ത ഗണങ്ങളായി പ്രാർത്ഥിച്ചോ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു എഴുന്നേൽപ്പിക്കും. ചില പ്രാർത്ഥന ആമേ ലൈഫിലേക്ക് ദൈവം തിരിക്കും. ചില ചില മറുപടികൾ കാണും. മറ്റുള്ളവരുടെ വിഷയങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചോ. ചില ആലോചനക്കാരെ ദൈവം എഴുന്നേൽപ്പിക്കും. നിങ്ങൾ എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഈ കൂട്ടായ്മയിലായിരിക്കുന്ന ഒരിക്കൽ കൂടി സിസ്റ്ററോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൂതങ്ങളെ പോലെ ആമൊരു ദെബോരെ പോലെ ദൈവം അവളെ കണ്ടിരിക്കുന്നുവെന്നും പ്രാർത്ഥന ദൈവം പരിശുദ്ധാത്മാവ് ഇടപെടും. അതിൽ അധികാരങ്ങൾ ഈ ദിനങ്ങളിൽ എഴുന്നേൽപ്പിക്കും. ആമേ ഒരു ആലോചനക്കാരെ ദേശത്തിന് വേണ്ടി ആമേ പ്രവർത്തിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആമേൻ ഈ ദിവസങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ ആമേൻ ഇത്രത്തോളം അവസരം ഒരുക്കി തന്ന കർത്താവിനെ ദാസിക്കും. ആമേൻ ആമേൻ ആമേ 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 ഈ കൂട്ടായ്മയ്ക്കാകട്ടോ ആമേ ഞാൻ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ആമേ അവസരം ഒരുക്കി തന്ന കത്രാസിക്കും ആമേ